സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയ ബീന ടീച്ചർക്ക് നാടിൻ്റെ ആദരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറു കുട്ടികളാണല്ലേ, നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലാണ്. ടീച്ചർക്ക് അവാർഡ് കിട്ടിയതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണല്ലോ. ഒന്ന് വീട്ടിലേക്കൊന്നും പോകണില്ല, ഇവിടെ തന്നെ കൂടിയല്ലേ? കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമായിരുന്നു. ഈ നാട് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് ഇത് കണ്ട ആളുകളൊക്കെ ഒരുപാടധികം അഭിപ്രായങ്ങൾ നമുക്ക് തിയേറ്ററിലേക്ക് കാര്യമായിട്ട് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. IFFK-യിലാണ് പ്രധാനമായിട്ട് ആളുകൾ കണ്ടിട്ടുള്ളത്. അവിടുന്ന് കിട്ടിയ പ്രധാനപ്പെട്ട റെസ്പോൺസസ് ഒക്കെ എങ്ങനെയായിരുന്നു സിനിമ കണ്ട ആളുകളുടെ അഭിപ്രായം? IFFK കഴിഞ്ഞിട്ട് നല്ല പ്രതികരണമായിരുന്നു. രക്ഷയില്ല, നല്ല അഭിനയം, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെയുള്ള ഒരുപാട് എന്തായാലും അവാർഡ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഈ അവാർഡ് ഈ വാക്കുകൾ തന്നെയാണ് എനിക്ക് അവാർഡ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊരു ഇപ്പം നേരത്തെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഒരു ജൂറി പരാമർശം ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത്. ഉർവശിക്കൊപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അല്ലേ? അതിനെങ്ങനെയാണ് കാണുന്നത്? അതിന് ജൂറിയോടാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. കാരണം എന്നെ വേണമെങ്കിൽ തഴയാം, കാരണം ഉർവശി ചേച്ചി എത്രയോ കാലമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നതാണ്, നല്ല നടിയാണ്. അപ്പോൾ അതിനോടൊപ്പം എന്നെ ചേർത്ത് വെച്ചത് അത് ജൂറിക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ ഇത്രയും കാലം എൻ്റെ കുട്ടികൾക്കും എൻ്റെ നാടിനു വേണ്ടി കലാപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു ഇതിന് കിട്ടിയ ഒരു നന്മയ്ക്ക് കിട്ടിയ ഒരു പ്രതിഫലമായിരിക്കാം, ഒരു അനുഗ്രഹമായിരിക്കാം എന്നാണ്. ഒരുപക്ഷെ അത്രയും നന്നായിട്ട് ജൂറി സിനിമകൾ വിലയിരുത്തുന്നുണ്ടാവും എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അമ്മ ഉണ്ട്, അമ്മയിപ്പോൾ നമ്മളിപ്പോഴാണ് കാണുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട് ഇത് കേട്ടപ്പോൾ? എന്ത് തോന്നി? നല്ല സന്തോഷമുണ്ട്. കാരണം കാലാകാലമായിട്ട് അവിടെ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു എത്തിപ്പെടട്ടെ എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഈ സിനിമ അഭിനയിക്കുമ്പോഴും നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കണില്ല. പക്ഷേ ഇത് ഇത്രയും ലെവലിലേക്ക് എത്തി അന്താരാഷ്ട്ര തലത്തിൽ പോയി ഇന്നിപ്പോൾ അവൾക്കൊരു അവാർഡും കിട്ടിയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. ഇത് പ്രഖ്യാപിക്കുമ്പോൾ അമ്മ അടുത്തുണ്ടായിരുന്നോ? വീട്ടിലായിരുന്നു. നിങ്ങളുടെ വീട്ടിലും സ്കൂളിലായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തേക്കും. പ്രഖ്യാപന സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണോ നിങ്ങളൊക്കെ? പ്രഖ്യാപനം കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഞങ്ങൾ വിതരണം ചെയ്യുന്ന നോട്ടീസിലെ ലക്കി ഡ്രോ കൂപ്പൺ പൂരിപ്പിച്ച് ഉദ്ഘാടന ദിവസം കാലത്ത് 10:30 മുൻപ് ഷോറൂമിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ലക്കി ബോക്സിൽ നിക്ഷേപിച്ച നറുക്കെടുപ്പിലൂടെ കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പലവട്ടം പറയുന്നത്. അത്രയും കഴിവുണ്ട്. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സിനിമ കണ്ട ഞങ്ങളുടെ ന്യൂകാസ്റ്റിലുള്ള അനൂജ എന്ന് പറഞ്ഞ ഒരു റീഡർ എന്നെ വിളിച്ച് പറഞ്ഞത് ഗംഭീരമായ അഭിനയമാണ്, നിഖിൽ എന്തായാലും പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പം സിനിമ കാണാൻ പറ്റിയിട്ടില്ല, എന്തായാലും കാണാം. ഒരുപാട് സിനിമകളിൽ ഇനിയും കാണാൻ കഴിയട്ടെ ഞങ്ങൾ പ്രേക്ഷകർക്ക്. അല്ലെ, പ്രേക്ഷകരോട് എന്താണ് അവസാനമായിട്ട് പറയാറ്? നാട്ടുകാരെന്നെയാണ് എന്നെ ഈ ഒരു അംഗീകാരത്തിന് അർഹത നേടിത്തന്നത്. അവരുടെയൊക്കെ സപ്പോർട്ടാണ്. എപ്പോഴും എനിക്ക് ഈ നാട് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഒരുപാട് സ്നേഹം. ഇവിടുത്തെ ലൈബ്രറി എല്ലാവരോടും സ്നേഹം, നന്ദി. ഇനിയും ഇങ്ങനെ തിരക്കുകളിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആ മാനസികാവസ്ഥ എന്തായിരിക്കും. നമ്മൾ എത്ര പഠിപ്പിച്ചാലും ചിലപ്പോൾ മനസ്സ് കൺട്രോൾ ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോൾ സങ്കടപ്പെട്ടെങ്കിലോ മറുമരുന്നായിട്ട് നാടകമുണ്ട്. നാടകം കളിച്ച് നാടകം കുട്ടികളുടെ വിശ്വാസത്തിന്റെ മനസ്സിൽ കരിങ്ങോടിന്റെ അതിലൊന്നും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇത് പരുതൂർ പഞ്ചായത്തിലെ പഴങ്ങാടി സ്കൂളാണ്. ഇവിടുത്തെ ടീച്ചർക്കാണ് സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചറുമായി സംസാരിച്ച് നോക്കാം.
ഈ ഒരു പഠിപ്പിക്കുന്നതിലാണ് കാണുന്നത് തട്ടിലും കയറി അതിനൊക്കെയുള്ള ഒരു ആഗ്രഹം എല്ലാം ഹംദാനോട് ചോദിക്കണം. എന്തായാലും ടീച്ചറെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകരും അതുപോലെ കൂടെ അഭിനയിക്കുന്ന അഭിനേതാക്കൾ നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ടീച്ചർ അവാർഡ് ആരറിയോ? പിന്നെ മാത്രമല്ല ടീച്ചർ മിമിക്രി, മോണാക്ട്, ഡാൻസ്, പാട്ട് എല്ലാത്തിനും അതെല്ലാം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നാടകം ചെയ്യുന്നില്ല എല്ലാ കഴിവുകളും സന്തോഷിപ്പിക്കും. അതിലേറെ സന്തോഷമാണ്. എല്ലാവരും ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ അഭിനയം പഠിപ്പിക്കുന്ന